അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ, ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ, അതൊക്കെ ഹലാലുമായി. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ഇതിന്റെ വിഷയം അവിടെയാണുള്ളത്. ഏതുപോലെ പ്രസംഗം, അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റോ അത് നമ്മൾ ചിന്തിച്ചല്ലോ. ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത്. മറ്റതൊക്കെയും തെറ്റിദ്ധരിച്ചതാ. ചുരുക്കി പറയുകയാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞുള്ളത് ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ. രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധമല്ലാത്തതും ഉണ്ട്. അശ്ലീല ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീതോപകരണം ഇതാവും. നമ്മളതല്ലേ, നമ്മളിത് ഹറാമാക്കും. മൊത്തം നമ്മളൊരു ഹറാമേ കണ്ടിട്ടുള്ളൂ, എല്ലായിടത്തും ഹറാമ് വെച്ചു കൊടുക്കും. എന്നിട്ടോ നമ്മളെല്ലാത്തിനും ഇത് ഉപയോഗിക്കും ചെയ്യും. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മ്യൂസിക് വരുന്നില്ലേ, അത് പിന്നെ ഉസ്താദെ കൂടാതെ കഴിയും. പിന്നെ റേഡിയോ കേൾക്കുകയാണെങ്കിൽ മ്യൂസിക് വരുന്നില്ലേ, എവിടെയാണ് മ്യൂസിക് വരാത്തത്? എല്ലാ സ്ഥലത്തും വരുന്നുണ്ടല്ലോ. ഇസ്ലാം എത്ര സുന്ദര മതാണ് സുഹൃത്തുക്കളെ. കാരണം ഹാർമോണിയത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? കുടുകുടൂന്നൊരു പാട്ടല്ലേ. ചില കക്കൂസിൽ വരെ കാണാൻ പാട്ട്. ഇസ്ലാം പ്രായോഗിക മതത്തിൽ ഇങ്ങനെ പൊത്താൻ പറ്റുമോ? തീരെ സംഗീതം പാടില്ല എന്ന് പറഞ്ഞവന് പ്രകൃതിയോട് തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിലാണ് അവൻ പറയുന്നത്. ഇവിടെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇങ്ങനെ ഈ രംഗത്തൊക്കെ അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം സംഗീതത്തിന്റെ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉപകാരങ്ങൾ അത് വലിയതാണ്. മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകാൻ പാട്ടുകൾക്കാകുന്നു. വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ തന്നെ പാട്ടുകൾക്കാകുന്നു. അതൊന്നും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. ലോകമത് അറിയുന്ന സംഭവമാണ്. ഏത് സ്നേഹിതന്മാരെ മറ്റൊന്ന് ഇസ്ലാം മതം ഞെരുക്കാക്കിയത് ഈ ഹാർമോണിയം കേൾക്കാൻ പാടില്ല, അത് ശൈത്താന്റേതാണ്. വിനോദങ്ങൾ, പാട്ട്, സംഗീതം പാടില്ല, സംഗീതോപകരണങ്ങൾ പാടില്ല. ഇസ്ലാം എത്ര സുന്ദര മതാണ് സുഹൃത്തുക്കളെ. എന്താ ഇസ്ലാമിൽ മൗലിക തത്വം? ഇസ്ലാം പ്രകൃതി മതല്ലേ. അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിരോധിക്കണില്ല. പാട്ട് അനുവദനീയമാണോ, ഹലാലാണോ, ഹറാമാണോ, അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടി. ഹറാമാണ് എന്ന് വന്നാൽ പിന്നെ അതിനെത്ര മോടി പിടിപ്പിച്ചോ അത് മുഴുവനും ഹറാമാണ്. പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ, ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ, അതൊക്കെ ഹലാലുമായി. പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ, ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ, അതൊക്കെ ഹലാലുമായി. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. ഇതിന്റെ വിഷയം അവിടെയാണുള്ളത്. ഏതുപോലെ പ്രസംഗം, അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ
അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റുമോ? അത് നമ്മൾ ചിന്തിച്ചല്ലോ. ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത്. മറ്റതൊക്കെയും തെറ്റിദ്ധരിച്ചതാ. ചുരുക്കി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞുള്ളത് ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ. രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധമല്ലാത്തതും ഉണ്ട്. അശ്ലീല ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീതോപകരണം ഇതാവും. അപ്പൊ അവിടെയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ചില ആയത്തുകൾ നടത്തിയ പരാമർശം ചർച്ചയാകുന്നത്. സൂറത്തുൽ ലുഖ്മാൻ ആ ആയത്താണ് ചിലര് പാടാൻ പാടില്ല എന്നതിന് കൊണ്ടുവരുന്നത്. എന്താണ് ആയത്ത്? അല്ലാഹു തആല വിമർശിക്കുകയാണ് ആളുകൾക്ക് അവരെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന ലഹുവുൽ ഹദീസ്. ലഹുവുൽ ഹദീസ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഗാനം, പാട്ട് ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്നാണ്. ഹദീസ് എന്ന് പറഞ്ഞ വർത്താനം, ലഹുവ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ല, വെറും വർത്താനം നമ്മൾ പറയൂലേ. ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, അത് പാടിയിട്ട് ആളുകളെ നശിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഹദീസ് ഖുർആനിൽ പറയുന്നത് അത് സംഗീതമാണോ സംഗീതോപകരണമാണോ ചോദിക്കുന്നത്. ലഹുവൽ ഹദീസ് എന്നാ പറഞ്ഞത്. അവിടെ സംഗീതോപകരണം ആലത്തുൽ ഹദീസ് എന്ന് പറഞ്ഞ് ചീറുന്നൊന്നും പറയുന്നില്ല. അവിടെ ലഹുൽ ഹദീസ് ആണ് ഈ അശ്ലീല ഗാനങ്ങൾ. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം പേർഷ്യയിലൊക്കെ പോയിട്ട് പല കഥകൾ വാങ്ങിക്കൊണ്ട് വന്ന് അത് വായിച്ച് കേൾപ്പിച്ച് ഖുർആനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ശേഷമുള്ള പറയുന്നത് ഒന്നില്ലാൻ സബീലില്ല എന്നാ. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കൽ തെറ്റാണെന്ന് പറയുന്നത്. എന്നിട്ട് വയത്തെ ഹിതാദിനെ ഉസുവാക്കുക അതൊന്നും പേര് വായിക്കാറില്ല. അത് ലഹുൽ ഹദീസ് നിരുവാധികം എന്തല്ല വിരോധിച്ചൊക്കെയല്ല. ലഹുൽ ഹദീസ് ഇനി ഈ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തെറ്റെന്നാണ് ഖുർആൻ. പാടുന്നതൊക്കെ സമൂഹം കേൾക്കണം. അതിന് ചില പാട്ട് കേൾക്കണമെങ്കിൽ മുട്ടലൊക്കെ വേണ്ടി മുട്ടാതെ പാടില്ല. മ്യൂസിക് പറ്റൂല എന്ന് പറഞ്ഞിട്ടല്ലേ മ്യൂസിക് വേണ്ടി മ്യൂസിക്കിന് വേണ്ടി. വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല, അവരങ്ങനെ വെറുതെ പറയില്ല, അവർക്ക് കാര്യം മനസ്സിലായി. ഇനി അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ നൗഷാദ് ഹസനി. ഇന്നിപ്പോൾ നൗഷാദ് ഹസനി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മുജാഹിദുകൾക്കെതിരല്ല, പേരോടിനെതിരെ. പേരോടിന് വളരെ മോശമായി സംസാരിക്കുന്ന, അതുപോലെ ഇപ്പോൾ APAക്കെതിരെ, അതായത് കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറയാ, തെറി പറയാ, എന്തോ പേരിട്ടോളൂ, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അള്ളാഹ് കോഴി മുഖേന അള്ളാഹു മുട്ടയിട്ടു, ഭാര്യ പ്രസവിച്ചു എന്ന് വരെ പറയാൻ പറ്റൂല. കാരണം അവിടെ ഇത് പറയേണ്ടി വരും, ഒന്നും പറയാൻ പറ്റൂല. സിറാജുൽ ഹുദന്റെ പ്രസിഡന്റ് ആരാ? പേരോട് മുഖേന അള്ളാഹു പ്രസിഡന്റ്. ആരാ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചത്? പേരോട് മുഖേന അള്ളാഹ് പ്രസംഗിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ഖുറൈശികളെ, അറബ് ജനതയെ ആലോചിക്കുക. ലാ തഅബുദു മാ തഅബുദൂൻ. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ. അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അടുത്ത് എൻ്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനൊരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. മുതഅല്ലിമീങ്ങൾ ഓതി പഠിക്കുന്നതാണ്. പ്രവൃത്തിയോടുകൂടിയാണ് കഴിവ്, അല്ലാതെ നേരത്തെ കഴിവല്ല. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു
അവിടുത്തെ കിതാബുൽ വസിയ്യത്തിൽ പറഞ്ഞു, അൽ-ഇസ്തിതാഅതു മഅൽ ഫഇൽ ലാ ഖബ്ലൽ ഫഇലി വലാ ബഅദഹു. പ്രവൃത്തിയുടെ മുമ്പുമല്ല ശേഷവുമല്ല, മറിച്ച് പ്രവൃത്തിയോടനുബന്ധിച്ചാണ് അല്ലാഹു തആല ആ കാര്യം ഉദ്ദേശിക്കാൻ തന്നെ കഴിവ് കൊടുക്കുന്നത്. ഈ ഉദ്ദേശത്തിനാണ് കസ്ബ് ഇഖ്തിയാർ എന്ന് പറയുന്നത് എന്ന് ഇമാം സനൂസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പലരും വിശദീകരിച്ചതായി കാണാം. എന്നാൽ കടുത്ത ജാഹിലീകളായ ആളുകൾ അവർ പറയുന്ന ഒരാശയം മഹാനായ ഇമാം സനൂസി റളിയല്ലാഹു അൻഹു ഉമ്മുൽ ബറാഹീൻ എന്ന ചെറിയ കുട്ടികൾ പഴയ കാലത്ത് അഖീദയുടെ കിതാബായി ഓതിപ്പടിച്ച കിതാബ്. മാലിക്കി മദ്ഹബുകാരനായ ഇമാം സനൂസി പാച്ച അശ്അരിയാണ്. മാലിക്കി മദ്ഹബുകാർ മുഴുവനും അങ്ങനെയാണ്. ആ അശ്അരി തരീഖത്ത് വിശദീകരിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞത് കാണാം, അന്നഹു ലാ തദ്ഹീറ ലിശൈഇൻ മിനൽ കായിനാതി ബി അഥരിൻ മാ. ഒരു കാര്യത്തിലും ഒരു അഥറും ഒരു കാര്യവും സൃഷ്ടികൾക്ക് ഇല്ല. വൈലാ ലസിമ അൻ യസ്തഗ്നിയ ദാലിക്കൽ അഥറു അൻ മൗലാനാ ജല്ല വഅസ്സ കൈഫ വഹുവ അല്ലദീ യഫ്തഖിറു ഇലൈഹി കുല്ലു മാ സിവാഹു ഉമൂമൻ വഅലാ കുല്ലി ഹാലിൻ. ഏത് സമയത്തും അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അത് വിശദീകരിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ ഹാദാ ഇൻ ഖദ്ദർത അന്ന ശൈഅൻ മിനൽ കായിനാതി യുഅസ്സിറു ബിതബഇഹി. ഏതെങ്കിലും ഒരു വസ്തു സ്വന്തത്തിൽ അതിൻ്റെ പ്രകൃതിപരമായി എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫറിന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നു തീ സ്വന്തത്തിൽ കരിക്കുകയില്ല, കരിക്കുന്നവൻ അല്ലാഹുവാണ്, തീയൊരു നിമിത്തം മാത്രമാണ്. അതേ വിശപ്പടക്കുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം നിമിത്തം മാത്രമാണ്. അതുപോലെ ഓരോന്നും നിമിത്തങ്ങൾ മാത്രമാണ്. കത്തി നിമിത്തമാണ്, മുറിക്കുന്നവൻ അല്ലാഹുവാണ്. വഅമ്മാ ഇൻ ഖദ്ദർതഹു മുഅസ്സിറൻ ബിഖുവ്വത്തിൻ ജഅലഹ അല്ലാഹു ഫീഹി കമാ യസ്അമു കസീറുൻ മിനൽ ജഹലതി. പല ജാഹിലീങ്ങളും വാദിക്കുന്നത് പോലെ അതേ അല്ലാഹു തആല പടച്ചു കൊടുത്ത കഴിവ് കൊണ്ട് കാര്യം നിർവഹിക്കുന്നു എന്ന് നീ വിചാരിച്ചാൽ ഫദാലിക മുഹാലുൻ ഐദൻ, അതും നടക്കുന്ന സംഭവമല്ല. لأنه يصير حينئذ مولانا جل وعز مفتقرا في إيجاد بعض الأفعال إلى واسطة. അങ്ങനെ വരുമ്പോൾ പടച്ചവനൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് മറ്റൊരുത്തരെയും കൂടി ആശ്രയിക്കണമെന്ന് വരും. വദാലിക ബാത്തിലുൻ, അതൊരിക്കലും തന്നെ വിശ്വസിക്കാൻ പാടില്ലാത്ത ആശയമാണ്. അതേ അല്ലാഹു തആല പൂർണ്ണമായും ഒരാളിലേക്കും ആശ്രയമില്ലാത്തവനാണ്. ഇനി ആരെങ്കിലും ജാഹിലീങ്ങൾ അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബാധകം അല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അൽ-ഇസ്തിതാഅതു മഅൽ ഫിൽ. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലാഹു തആല അതിനോടനുബന്ധിച്ച് കഴിവ് കൊടുക്കുകയാണ്. ഉദ്ദേശിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കുകയാണ്. സംഗതി പടച്ചു കൊടുക്കുന്നത് അല്ലാഹുവാണ്. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ഇതൊക്കെ മനസ്സിലാക്കാതെ ചില ആളുകൾ വിവരക്കേടുകൾ വിളമ്പുന്നുണ്ട്. അത് കിതാബ് നന്നായി പഠിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ നന്നായി അഖീദയുടെ കിതാബുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി പോകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിഅയിൽ വർദ്ധിച്ചു തരുമാറാകട്ടെ. ഈ മഹത്തായ രാത്രികളും പകലുകളൊക്കെ അതിനർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.